നമ്മൾ ഈ ഇംഗ്ലീഷ് പടത്തിൽ ഫോളോ ചെയ്യുന്ന ഒരു ടെംപ്ലേറ്റ് ഉണ്ട്. അതായത് ഇപ്പോൾ ആരെങ്കിലും കാണാതെ പോകുന്നു, അത് കണ്ടുപിടിക്കാൻ നായകൻ വരുന്നു. സോ നമുക്കറിയാം ഈ ഒരു ഹിന്ദി സിനിമകൾ എടുത്താൽ പോലും ചില ആക്ഷൻ മൂവീസിൽ ആ ഒരു ടെംപ്ലേറ്റ് ഉണ്ട്. ജോൺ അബ്രഹാമിൻ്റെ റോക്കി ഹാൻസം, ഈ ഒരു അജയ് ദേവ്ഗൺ ഡയറക്റ്റ് ചെയ്ത ശിവായ്, പിന്നെ പല പല സിനിമകൾ. സോ ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ ഇംഗ്ലീഷ് പടത്തിൽ കണ്ടുമടുത്ത കഥ തന്നെയാണ് ഇവിടെ നമ്മുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല ആക്ഷൻ സീക്വൻസസും റിച്ച് മേക്കിങ്ങും സിനിമാറ്റോഗ്രഫിയും ഒക്കെ ഓഫർ ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും സിനിമയിൽ കാര്യമായിട്ടുള്ള സ്റ്റോറി ഇല്ല എന്ന് മാത്രമല്ല, ഈ ഒരു സിനിമയിലെ ഒരു ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ഒരു ഡെപ്തോ അല്ലെങ്കിൽ ഒരു ഇമോഷണൽ കണക്ഷനോ ഒന്നും തന്നെ ഓഡിയൻസിന് ഫീൽ ചെയ്യാതെയാണ് ഈ ഒരു സിനിമ നമ്മളെ പ്രസൻറ്റ് ചെയ്യിപ്പിക്കുന്നത്. ഫ്രം ദ ഡയറക്ടർ ഓഫ് തിരയുടെ കഥ എന്ന് പറയുമ്പോഴത്തേക്ക് അതും ഒരു ഹ്യൂമൻ ട്രാഫിക്കിംഗ് ബേസ് ചെയ്തൊരു കഥയായിരുന്നു. പക്ഷേ അത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ഈ ഒരു മൂവി നൽകുന്നില്ല എന്നുള്ളത് ഈ ഒരു സിനിമയുടെ പ്രധാന പ്രശ്നം തന്നെയാണ്. കാരണം നായകൻ പോയിപ്പെടുന്ന സാഹചര്യങ്ങളാണ് കൂടുതലും കാണിക്കുന്നത്. മെയിൻലി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ തോന്നും, കാരണം ഇതിൽ നല്ലൊരു സ്ക്രീൻ പ്ലേ ഇല്ലെന്ന്, നമ്മുടെ ഒരു ഇമോഷണൽ കണക്ഷനോ ഡെപ്തോ ഹ്യൂമൻ ട്രാഫിക്കിൻ്റെ ഇടയിൽ തന്നെ കുറേ കോമഡികളും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. സോ ആക്ഷൻ സീക്വൻസസ് മാത്രം പോരാ, പക്ഷേ ഈ ഒരു സിനിമ ബിൽഡ് ചെയ്യുന്ന രീതിയിലുള്ള നല്ല സ്ക്രിപ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത് ഈ ഒരു സിനിമയുടെ നെഗറ്റീവാണ്. സോ ഇങ്ങനെയുള്ള സിനിമകൾ ഒരു നേരം പോക്കായി കണ്ട് മറക്കാവുന്നവർക്ക് വേണമെങ്കിൽ കണ്ടു നോക്കാവുന്ന ഒരു മൂവിയാണ്. കാര്യം ബാക്കി ഈ ഒരു സിനിമ അത്യാവശ്യം സാറ്റിസ്ഫൈ ചെയ്യാത്ത തന്നെയാണ് ഈ ഒരു മൂവിയുടെ പ്രധാന പ്രശ്നം. സോ നല്ല ആക്ഷൻ സീക്വൻസസ് ഉണ്ടെങ്കിൽ പോലും അതിനെ ബിൽഡ് ചെയ്യുന്ന നല്ല സംഭവങ്ങളൊന്നും സിനിമയിലില്ല എന്നുള്ളത് സിനിമയുടെ നെഗറ്റീവാണ്.